നിങ്ങൾ കാണണം. അപ്പോൾ സിബിച്ചായ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളെ കുളം വന്നൊരു ദിവസം ഒന്ന് കാണണം. കുറച്ച് പൈസ അക്കൗണ്ടിൽ അയച്ചു തരണേ പ്ലീസ്. നമുക്ക് പൈസയൊന്നും ഇല്ല. ഇത് പാർട്ട് 2 ആണ്. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മളെ പയ്യിലുള്ള എല്ലാവരും കൂടെ ഇന്ന് ബക്കറ്റ് വെള്ളം നിറച്ച് ആ കുളത്ത് വെള്ളത്തിൽ നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ മമ്മി നീ വെള്ളം വേണ്ട ഇതിൻ്റെ അവിടെയാണ് കിണർ. ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. കയ്യിൽ മീൻ വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. അതായത് വളർത്താതെ ഇതിലിടാനുള്ള ഈ കുളത്തിലിടാൻ കുളത്തിൻ്റെ അകത്തിടാനുള്ള മീൻ വാങ്ങാൻ പൈസ ഇല്ല. നമ്മളെ അടുത്തൊന്നും മീനും ഇല്ല. അപ്പം നമ്മൾ പൈരുള്ള മീനിന് വേണ്ടി മീൻ വാങ്ങേണ്ട പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നാലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതിൽ നമ്മളെ ഇത്തിരിയെങ്കിലും പൈസ ഉള്ള ഇവൻ്റെ എത്ര നിന്റെ എത്ര ഉണ്ട്? 120 ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് 120 ഇവൻ്റെ കയ്യിലുണ്ട്. നമ്മളതിൽ അതുപോലും ഇല്ല. അപ്പോൾ ഇവൻ്റെ ഒരു ഇത് പിൻബലം വെച്ചാണ് നമ്മളിത് ഈ ഒരു ഉണ്ടാക്കിയത്. ഇനി ഇതിൽ വെള്ളം നിറയ്ക്കണം. കുറച്ച് പൈസ അക്കൗണ്ടിൽ അയച്ചു തരണേ പ്ലീസ്. നമുക്ക് പൈസയൊന്നും ഇല്ല. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിങ്ങൾ അയച്ചു തരണം. ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഒരു 50 രൂപ ഗ്യാസ് ഒരു 50 രൂപ മീൻ വാങ്ങാൻ ഒരു 50 രൂപയെങ്കിലും വേണം. അപ്പോൾ എങ്ങനെയാടാ നമ്മൾ QR കോഡ് കൊടുക്കാമെന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന QR കോഡ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ QR കോഡ് തരുന്നത്. നിങ്ങളെല്ലാവരും നമ്മളുടെ സപ്പോർട്ടാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിന് QR കോഡ് തരുന്നതായിരിക്കും. നിങ്ങൾ കാണണം. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി. അങ്ങനെ പറ. വിനീഷ് ചേട്ടൻ ഇരിക്കുന്ന പേരാണ് വിനീഷ്. അവനാണെങ്കിൽ ഇത് ഒരു മണ്ണിന്റെ തുള്ളി വില എടുത്ത് മാറ്റില്ല. അവന് വയ്യ. അവനാണ് ഇതാ ഇപ്പം കടന്ന് എല്ലാം അവനാണ് ചെയ്യുന്നത്. ഇവനാണ് കടന്ന് മണ്ണെടുത്ത് മണ്ണ്. ഈ പ്രാവശ്യം ഇവൻ്റെ അത്രയുണ്ട്. ഇവ ഇരിക്കുകയാണെങ്കിൽ ഇവ മുങ്ങും. ആ ലെവലിന് ഈ ഒരു കുഴിയിൽ അളവുണ്ട്. ഇനി വെള്ളം ഒഴിക്കണം. ഈ കുഴിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം 2 ദിവസത്തേക്ക് അതേ അളവിൽ ഇരിക്കണമെന്ന് നോക്കണം. വെള്ളം വറ്റിപ്പോണമെന്ന് നോക്കണം. വറ്റിപ്പോവേണ്ട ഇതെല്ലാം മാറ്റിയിട്ട് ഇനി ഒന്നേം ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമേ മീൻ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം വെള്ളം ഒഴിക്കണം. പോയി വെള്ളം എടുക്കും. കിണറിൽ നിന്ന് വെള്ളം കോരിയാണ് ഒഴിക്കാൻ കേട്ടാ. നമ്മളെ കൂടെ വരൂ. കയറും ബക്കറ്റൊക്കെ വീട്ടിലുണ്ട്. ചെടിയൊക്കെ വെച്ച് താഴെ ഒരു ആമ്പൽ വയ്ക്കണം. നമ്മൾ ഫിഷിംഗ് ഫ്രീക്സ് സെബിച്ചായനെ കണ്ടാണ്. അല്ലാതെ സെബിച്ചായനെ അറിയാമോ നിനക്ക്? ഫിഷിംഗ് ഫ്രീക്സിൽ അറിയാമോ? ആ പുള്ളിക്കാരനെ ഇൻസ്പയർ ആയാണ് നമ്മൾ ഈ കുളം ഉണ്ടാക്കുന്നത്. അപ്പോൾ സെബിച്ചായ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളെ കുളം വന്നൊരു ദിവസം ഒന്ന് കാണണം അല്ലേടാ? ഒരു ദിവസം ഇങ്ങോട്ട് കാണണം. മീൻ വാങ്ങണ ഇപ്പൊ ഉണ്ടാക്കിയത് നിങ്ങളായാലും മീൻ വാങ്ങണം ഞാനാണ്. ബാക്കി കാണുന്നതാണ് കിണർ. അവിടെ നിന്ന് വെള്ളം കോഴി ഇവിടെ നിന്ന് ഇവന്മാരെ കൊടുത്ത് ഇവന്മാർ കൊണ്ടങ്ങ് ഒഴിക്കും. വെള്ളം കിട്ടിയേ. വെള്ളം ഒഴിക്കാൻ. This is Kitchu. This is Manis. എടാ ഫിഷിംഗ് ഫ്രീക്സിലെ സെബിച്ചായൻ ഇത് കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആവേണമെങ്കിൽ നമ്മളെ ഫിഷ് ടാങ്ക് ഒന്ന് കാണണം. എല്ലാരും കാണണം. അപ്പോൾ ശരി, എല്ലാവരും കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമ്മുടെ കമന്റ് ഇൻസ്റ്റാ ഐഡിയും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. ഏകദേശം ഒരു വീഡിയോ നമ്മളെ ഫോളോ ചെയ്യണമെങ്കിൽ
നിങ്ങൾക്ക് നമ്മുടെ 1 ലിറ്റർ ബിരിയാണി വാങ്ങിച്ചു തരും. 1 ലിറ്റർ ബിരിയാണിയാണ് വാങ്ങിച്ചിരുന്നത്. ലിറ്ററലി ബിരിയാണി കൊടുക്കുന്നത് നമ്മുടെ അവൻ ബിരിയാണി മിക്സിയിലിട്ട് അരച്ചിട്ട് അതിന് കുപ്പിയിലാക്കി 1 ലിറ്റർ ആക്കിയിട്ട് അവൻ കൊടുക്കാൻ പോകുന്നത്. അതാണ് ഇല്ല, ഒരു പെട്ടി നിറച്ച് ബിരിയാണി ആയിരിക്കും. ഒരു പെട്ടി നിറച്ച് ബിരിയാണി അത് അവൻ തരും. അവൻ്റെ താകപ്പാടെ ഉള്ള 120 രൂപ. ഇത് അമ്മ വരണം, ഇപ്പം കിട്ടണ വാങ്ങിച്ചു. അവൻ്റെ അമ്മ വന്നു, അത് അവിടുത്തെ പടി കലിപ്പില്ല. നമ്മൾ വെള്ളം കോഴി വെള്ളം നിറച്ചു. അപ്പോഴത്തേക്ക് ഇവൻ്റെ സ്വിമ്മിംഗ് പൂളാക്കിയിരിക്കുകയാണ്. ഇനി പാർട്ട് 3 അതിൽ മീൻ വാങ്ങിച്ചിടുന്ന വീഡിയോ. ഓക്കെ ബൈ.